ജോർഹട്ട് വിമാനാപകടം നവംബർ 4, 1977. സ്ക്വാഡ്രൺ ലീഡർ മാത്യു സിറിയക്. കേരളത്തിനെന്നും വീരോജ്വല ഓർമ്മ. 1977 നവംബർ 4-ന് അന്നത്തെ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയും സംഘവും ജോർഹട്ടിലേക്ക് യാത്ര ചെയ്ത ടുപോലെവ് Tu-124 V643 പുഷ്പഗ്രത് വിമാനത്തിലെ കോക്പിറ്റ് ക്രൂവിലെ സഹ പൈലറ്റായിരുന്നു സ്ക്വാഡ്രൺ ലീഡർ മാത്യു സിറിയക്. 5 പേരടങ്ങുന്ന അവരുടെ സംഘം രാജ്യത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച് വിമാനത്തിലുള്ളവരുടെ ജീവൻ മുഴുവൻ രക്ഷിച്ചു. 44-ാം വർഷത്തിലേക്ക് നയിക്കുന്ന അന്നത്തെ ഓർമ്മകളിൽ മരണാനന്തര ബഹുമതി ലഭിക്കാതെ പോയ ഇന്ത്യൻ വ്യോമയാന സംഘത്തിലെ ഏക മലയാളി പൈലറ്റ് ശ്രീ മാത്യു സിറിയക് കേരളത്തിനെന്നും അഭിമാനമാണ്. യുവതലമുറയ്ക്ക് എന്നും പ്രചോദനവും. കോട്ടയം ജില്ലയിൽ കുറവിലങ്ങാടിനടുത്ത് കാപ്പന്തലയിൽ വടക്കേക്കര വീട്ടിൽ റിട്ടയേർഡ് IAS ഓഫീസറും ഗവൺമെന്റ് സെക്രട്ടറിയുമായിരുന്ന ശ്രീ VG സിറിയക്കിന്റെയും ചങ്ങനാശ്ശേരി തോട്ടാശ്ശേരി കുടുംബാംഗമായ ശ്രീമതി തങ്കമ്മ സിറിയക്കിന്റെയും പുത്രനാണ് ശ്രീ മാത്യു സിറിയക്. അധ്യാപകനും ചരിത്ര പണ്ഡിതനും തിരുക്കൊച്ചി പ്രജാസഭാ മെമ്പറുമായിരുന്ന ഷെവലിയർ BC ജോർജിന്റെ പൗത്രനുമാണ്. 1942 ഡിസംബർ 3-ാം തീയതിയായിരുന്നു മാത്യു ജനിച്ചത്. 3 സഹോദരന്മാരും 4 സഹോദരിമാരുമുണ്ട്. മാത്യുവിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം ആലപ്പുഴ തത്തമ്പള്ളി LP സ്കൂളിലും കോട്ടയം MD സ്കൂളിലും പിന്നീട് തിരുവനന്തപുരം കോട്ടൺ ഹിൽ മോഡൽ സ്കൂൾ എന്നിവിടങ്ങളിലുമായിരുന്നു. ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായ പിതാവിന്റെ ജോലി സംബന്ധമായ സ്ഥലം മാറ്റങ്ങൾക്കനുസരിച്ച് മാത്യുവിന്റെ സ്കൂളുകളും അന്ന് മാറിക്കൊണ്ടിരുന്നു. ചെറുപ്പം മുതലേ എല്ലാ കാര്യങ്ങളിലും മിടുക്കനും സദാ ഊർജ്ജസ്വലനുമായിരുന്നു മാത്യു. സ്കൂളിലെ കലാപരിപാടികളിലും വിവിധ കായിക ഇനങ്ങളിലും മികവ് കാണിച്ചിരുന്നു. ഹൈസ്കൂൾ പഠനകാലത്ത് NCC പരിശീലനത്തോടൊപ്പം തന്നെ തിരുവനന്തപുരം റൈഫിൾ ക്ലബ്ബ് നടത്തിയ റൈഫിൾ ഷൂട്ടിങ്ങിന്റെയും പരിശീലനം മാത്യു പൂർത്തിയാക്കിയിരുന്നു. 1959 മാത്യു മോഡൽ സ്കൂളിൽ നിന്ന് SSLC പാസ്സായ ശേഷം 1960 തിരുവനന്തപുരം മാർ യുവാനീസ് കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രിയും 1963 BSCയും പാസ്സായി. മികച്ച കായിക താരമെന്ന് അറിയപ്പെട്ടിരുന്ന മാത്യു ഫുട്ബോളിലും നീന്തലിലും ഒരുപോലെ സാമർഥ്യം കാണിച്ചിരുന്നു. അതോടൊപ്പം NCC എയർ വിംഗ് കേഡറ്റുമായിരുന്നു. 1969 കേണൽ ഗോദരാജവർമ്മയാണ് കേരള ഫ്ലൈയിംഗ് ക്ലബ് തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത്. ഈ ക്ലബിൽ മാത്യു അംഗമായിരുന്നു. NCCയുടെ അന്നത്തെ ഡയറക്ടർ ബ്രിഗേഡിയർ ML വിഗ് മാത്യുവിനെ പറ്റി പറയുമായിരുന്നു. കോളേജ് പഠനകാലത്ത് ഞങ്ങളുടെ സംഘടനയിൽപ്പെട്ട ഒരു മികച്ച കേഡറ്റായിരുന്നു. സൂക്ഷ്മമായ അച്ചടക്കവും വിശ്വസ്തതയും ധീരതയും പ്രദർശിപ്പിച്ച കഴിവുള്ള വിദ്യാർത്ഥിയായിരുന്നു മാത്യു. ബുദ്ധിസാമർഥ്യം, സേവന സന്നദ്ധത, നല്ല പെരുമാറ്റം, ഏത് ജോലിയിലുമുള്ള കാര്യശേഷിയും അർപ്പണബോധവും മാത്യുവിനെ ഏവർക്കും പ്രിയങ്കരനാക്കി. മാത്യുവിന്റെ കരിയർ ഇഷ്ടം മിലിറ്ററിയിലേക്കായിരുന്നു. സാഹസികത എപ്പോഴും ഇഷ്ടപ്പെട്ടിരുന്ന മാത്യു അടിയുറച്ച ദൈവവിശ്വാസിയുമായിരുന്നു. ബാംഗ്ലൂരിൽ നടന്ന ആർമി ഓഫീസർ പദവിയിലേക്ക് അപേക്ഷ അയച്ചെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടില്ല. അതിനാൽ അടുത്ത ശ്രമം എയർഫോഴ്സിലേക്കായിരുന്നു. അതിൽ വിജയിച്ചതിനാൽ കോയമ്പത്തൂർ, പട്യാല, അലഹബാദ്, ജോധ്പൂർ എന്നിവിടങ്ങളിലായിരുന്നു തുടർന്നുള്ള പരിശീലനങ്ങൾ. അതിനുശേഷം 1964 മാത്യു എയർഫോഴ്സിൽ ചേർന്നു. ഓരോ ശ്രമങ്ങളുടെയും വിജയങ്ങളുടെയും ഫലമായി മാത്യു സ്ക്വാഡ്രൺ ലീഡർ പദവിയിലെത്തി. തുടർച്ചയായി 8 മണിക്കൂർ വരെ വിമാനം പൈലറ്റ് ചെയ്യുവാനുള്ള പാഠവും മാത്യു തെളിയിച്ചിരുന്നു. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ പൈലറ്റായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പ്രസിഡന്റ്, പ്രധാനമന്ത്രി എന്നിവരെ വ്യോമയാന വിമാനത്തിൽ കൊണ്ടുപോകുന്നതിന് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ചുരുക്കം ചില വൈമാനികരിൽ ഒരാളായിരുന്നു ശ്രീ മാത്യു സിറിയക് വടക്കേക്കര. കമ്മ്യൂണിക്കേഷൻ സ്ക്വാഡ്രൺ 1947 നവംബറിലാണ് രൂപീകരിക്കപ്പെട്ടത്. അതിന്റെ തുടക്കം മുതൽ ന്യൂഡൽഹി പാലം എയർഫോഴ്സ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. സ്ക്വാഡ്രണിന്റെയും പ്രാഥമിക ചുമതല ഇന്ത്യയിലെ VVIPകളുടെയും വിദേശ രാഷ്ട്ര തലവന്മാരുടെയും സർക്കാരുകളുടെയും സന്ദർശനം,
എന്നിവ ഉദ്ദേശിച്ചുള്ളവയാണ്. ആസാമിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരുന്നതിനാൽ 1977 നവംബർ 4 അന്നത്തെ പ്രധാനമന്ത്രി മൊറാർജി ദേശായിക്ക് വടക്ക് കിഴക്കൻ മേഖലകളിൽ സന്ദർശനം അനിവാര്യമായിരുന്നു. 6 ദിവസത്തെ പര്യടനം ആയിരുന്നു ആസൂത്രണം ചെയ്തിരുന്നത്. സ്ക്വാഡ്രൺ എന്നറിയപ്പെടുന്ന എയർ HQ കോമൺ സ്ക്വാഡ്രൺ നടത്തുന്ന ടുപോലെവ് Tu-124 വിമാനത്തിലാണ് പ്രധാനമന്ത്രിയും സംഘവും പോകേണ്ടത്. വ്യോമസേനയുടെ ഏറ്റവും ഉയർന്ന യോഗ്യതയുള്ള ജീവനക്കാരാണ് ഈ സ്ക്വാഡ്രണിൽ അംഗങ്ങളായിരുന്നത്. റഷ്യയിലെ ടുപോലെവ് ഡിസൈൻ ബ്യൂറോ നിർമ്മിച്ച ഇരട്ട എഞ്ചിൻ വിമാനമാണ് Tu-124. ലോകത്ത് നിർമ്മിച്ച രണ്ടാമത്തെ ജെറ്റ് പവർ എയർലൈനറായ Tu-104 എയർക്രാഫ്റ്റിൽ നിന്നാണ് ഇത് വിശാലമായത്. അവയിൽ ചിലത് ഇന്ത്യൻ വ്യോമസേന VIP ട്രാൻസ്പോർട്ട് വിമാനങ്ങളായി ഉപയോഗിച്ചു. ഇവയ്ക്ക് V642, V643, V644 എന്നീ ടെയിൽ നമ്പറുകൾ അനുവദിച്ചു. ഇന്ത്യൻ വ്യോമയാന കേന്ദ്രം ഈ 3 വിമാനങ്ങളും അന്ന് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഈ വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികളും അവയുടെ ഉപകരണങ്ങളും അവയിലെ ജീവനക്കാരും അസാധാരണ നിലവാരമുള്ളതായിരുന്നു. രാജ്യത്തെ വടക്ക് കിഴക്കൻ മേഖലയിലെ അന്നത്തെ കാലാവസ്ഥയിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം പറക്കാൻ അനുയോജ്യമല്ലായിരുന്നു. ഇരുണ്ട വെളിച്ചവും കാലാവസ്ഥ വ്യതിയാനവും ആണ് കാരണം. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഈ വിവരം അറിയിച്ചെങ്കിലും ഫലമുണ്ടായില്ല. വിമാനം ജോർഹട്ട് എയർപോർട്ടിലേക്കാണ് പോകേണ്ടത്. ലാൻഡിങ്ങിനായി നിശ്ചയിച്ചിട്ടുള്ള റൺവേ പകൽ വെളിച്ചത്തിലും തെളിഞ്ഞ കാലാവസ്ഥയിലും ലാൻഡ് ചെയ്യുവാൻ പ്രയാസമുള്ള എയർപോർട്ടായിരുന്നു എന്ന് പ്രശസ്തമായിരുന്നു. ജോർഹട്ട് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ സാധാരണ രാത്രികാലത്ത് വിമാനം പറക്കാറില്ല. സിവിലിയൻ വിമാനങ്ങൾക്കോ അല്ലെങ്കിൽ എയർഫോഴ്സ് വിമാനങ്ങൾക്കോ പ്രത്യേക ആവശ്യത്തിന് വേണ്ടി മാത്രമേ രാത്രിയിൽ പറക്കുവാൻ അന്നൊക്കെ അനുവാദം ലഭിക്കുകയുള്ളൂ. രാത്രികാല പ്രവർത്തനങ്ങൾക്കായി വൈദ്യുത ഫ്ലെയർ പാത്ത് അന്ന് അവിടെ ഇല്ലായിരുന്നു. ഇതിനായി ഗൂസ്നെറ്റ് ഫ്ലൈയേഴ്സ് ഉപയോഗിച്ചാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. നീളമുള്ള ഒരു വലിയ ലോഹപാത്രമാണിത്. ഇതിൽ മണ്ണെണ്ണ നിറച്ചിരിക്കുന്നു. കട്ടിയുള്ള തിരി നീളമുള്ള കുഴലിലൂടെ ചേർത്തിരിക്കുന്നു. ഈ ലോഹപാത്രങ്ങൾ റൺവേയുടെ അരികിൽ നിശ്ചിത ഇടവേളകളിൽ ജോഡികളായി സ്ഥാപിക്കുന്നു. ഓരോ വശത്തും ഓരോ ജ്വാല. ഈ ഫ്ലെയർ പാത്തിന്റെ സഹായത്തോടെ വേണം ഒരു പൈലറ്റ് തന്റെ വിമാനം റൺവേയുമായി വിന്യസിക്കുവാൻ. ഒരു നെല്ലിക്കയുടെ ജ്വാല എന്ന് വിശേഷിപ്പിക്കാം. കാലാവസ്ഥ ഈ പ്രദേശത്ത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. മഴയും കാറ്റും മിക്കപ്പോഴും ഉണ്ടാവും. അന്തരീക്ഷം മേഘാവൃതമായാൽ ശരിയായ വിധത്തിലുള്ള കാഴ്ചയ്ക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെടുമായിരുന്നു. അതുകൊണ്ട് തന്നെ 70കളിൽ രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ വിമാനം പറത്തുന്നത് കുറവായിരുന്നു. അതിനാൽ പകൽ വെളിച്ചത്തിൽ പകൽ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നത് അന്നത്തെ ഒരു സാധാരണ രീതിയായിരുന്നു. ഇതറിയാവുന്നതുകൊണ്ട് എയർഫോഴ്സ് മുൻനിര പൈലറ്റുമാരുടെയും നാവിഗേറ്റർമാരുടെയും എഞ്ചിനീയർമാരുടെയും തിരഞ്ഞെടുത്ത ക്രൂ ആയിരുന്നു ജോർഹട്ടിലേക്കുള്ള യാത്രയെ നയിച്ചത്. വിംഗ് കമാൻഡർ ക്ലാരൻസ് ജോസഫ് ദിലീമയുടെ നേതൃത്വത്തിലുള്ള ടീം Tu-124 V643 പുഷ്പരഥന്റെ കടിഞ്ഞാൺ ഏറ്റെടുത്തു. ഏത് കാലാവസ്ഥയിലും പറക്കുന്നതിനുള്ള ഏറ്റവും ഉയർന്ന വ്യോമയാന ഗ്രേഡിംഗ് ഉള്ള മാസ്റ്റർ ക്ലീൻ സർട്ടിഫിക്കറ്റ് ലഭിച്ച ജേതാവും സ്ക്വാഡ്രൺ വിഭാഗത്തിൽ 3254 മണിക്കൂർ വിവിധ വിമാനങ്ങളിൽ പറത്തി പരിചയമുള്ള വ്യക്തിയുമായിരുന്നു ക്യാപ്റ്റൻ ദിലീമ. വിദേശ പരിശീലനവും നേടിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സഹ പൈലറ്റായിരുന്നു സ്ക്വാഡ്രൺ ലീഡർ മാത്യു സിറിയൻ. വിംഗ് കമാൻഡർ ജോഗീന്ദർ സിംഗ് ആയിരുന്നു നാവിഗേറ്റർ. സ്ക്വാഡ്രൺ ലീഡർ VVS ശങ്കർ, ഫ്ലൈറ്റ് എഞ്ചിനീയർ, ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ് OP അറോറ, ഫ്ലൈറ്റ് സിഗ്നലർ എന്നിവരാണ് ക്രൂവിന്റെ ഓഫീസർ പദവിയിലുള്ള അംഗങ്ങൾ. നിയോഗിക്കപ്പെട്ട അംഗങ്ങളുടെ ഒപ്പം അണ്ടർ ട്രെയിനി ഇൻ ഫ്ലൈറ്റ് എഞ്ചിനീയർ PK രവീന്ദ്രനും ഉണ്ടായിരുന്നു. എന്നാൽ യാത്രയ്ക്കിടെ PK രവീന്ദ്രനെ കോക്പിറ്റിൽ നിന്നും പ്രധാനമന്ത്രിയുടെ സംഘം ഇരിക്കുന്ന യാത്രക്കാരുടെ പിന്നിലേക്ക് അവർ പറഞ്ഞയച്ചു. വൈകുന്നേരം 5 മണിക്കായിരുന്നു പാലം എയർപോർട്ടിൽ നിന്നും പ്രധാനമന്ത്രിയും സംഘവും ജോർഹട്ടിലേക്ക് പുറപ്പെട്ടത്. മൊറാർജി ദേശായിയോടൊപ്പം അദ്ദേഹത്തിന്റെ മകൻ കാന്തിലാൽ ദേശായി.
ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ ജോൺ ലൊബോ, അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി PK തുങ്കോൺ, പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ MN ജേക്ക്, നാഷണൽ പീപ്പിൾസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി നാരായണ ദേശായി, ഓൾ ഇന്ത്യ റേഡിയോ ലേഖകൻ ഗോവിന്ദൻകുട്ടി, സമാചാർ പത്രം ലേഖകൻ NVR സ്വാമി എന്നിവരും കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. 7 മണിയോടെ വിമാനം ജോർഹട്ട് എയർഫീൽഡിൽ എത്തിയിരുന്നു. എന്നാൽ അന്നത്തെ കാലാവസ്ഥ വളരെ മോശമായിരുന്നു. Tu-124 വിമാനം ഒരു ഇൻസ്ട്രുമെന്റ് ലാൻഡിംഗ് സിസ്റ്റം കൊണ്ട് ക്രമീകരിച്ചിരിക്കുന്നു. നേരത്തെ വിവരിച്ചതുപോലെ ജോർഹട്ടിലെ എയർഫീൽഡിന് റൺവേ ലൈറ്റുകളോ ഇൻസ്ട്രുമെന്റ് ലാൻഡിംഗ് സംവിധാനങ്ങളോ ഇല്ലായിരുന്നു. ഗൂസ്നെറ്റ് ഫ്ലൈയേഴ്സ് ഉപയോഗിച്ച് താൽക്കാലികമായി പ്രകാശിപ്പിച്ചു. ഈ മേഖലയിലെ പെട്ടെന്നുള്ള കാലാവസ്ഥാ വ്യതിയാനവും ശൈത്യകാലത്തിന്റെ പ്രത്യേകതകളും കണക്കിലെടുത്ത് അധികാരികൾ വഴിയും ഈ പ്രദേശത്തെ വളരെ അടുത്തറിയാവുന്ന അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി PK തുങ്കോണും മുഖേന പ്രധാനമന്ത്രി ഓഫീസിൽ ബന്ധപ്പെട്ട് ഈ യാത്ര ഒഴിവാക്കാൻ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്നതിനാൽ ആസാം മേഖലയിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം വഴിയുള്ള രാഷ്ട്രീയ കരുനീക്കങ്ങൾ ആവശ്യമായതിനാൽ ഈ മുന്നറിയിപ്പുകൾ അവർ പാടെ അവഗണിച്ചിരുന്നു. മൊറാർജിക്ക് ജോർഹട്ടിലെ രാത്രി വൈകിയുള്ള റാലിയിൽ പങ്കെടുക്കേണ്ടതും ഇതിനൊരു കാരണമായിരുന്നു. ഉയർന്ന യോഗ്യതയുള്ള ഫ്ലൈറ്റ് ക്രൂ വളരെ വെല്ലുവിളി നിറഞ്ഞ ഈ ദൗത്യത്തെ നേരിടുമെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു. എത്ര ശക്തരാണെങ്കിലും ധീരരാണെങ്കിലും മോശം കാലാവസ്ഥയിൽ പ്രകൃതിയുമായിട്ടാണല്ലോ വെല്ലുവിളി. സാഹചര്യങ്ങളും പ്രവർത്തന സൗകര്യങ്ങളും ഇവിടെ വളരെ പരിമിതവും. ലോകത്ത് ഇന്ന് വരെ നടന്നിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ വഴിയുള്ള പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യർക്കോ സാങ്കേതിക വിദ്യകൾക്കോ എത്രമാത്രം തടുക്കാനും അതിജീവിക്കാനും കഴിയും എന്നത് ചരിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെയും സ്ഥിതി മറിച്ചല്ല സംഭവിച്ചത്. തടസ്സങ്ങൾ അതിജീവിച്ച് ജോർഹട്ട് എയർപോർട്ടിന് മുകളിൽ വിമാനം എത്തിയെങ്കിലും ദിലീമ വിമാനത്തെ റൺവേയുമായി ബന്ധിപ്പിക്കുവാൻ കനത്ത മേഘങ്ങൾ കാരണം സാധിക്കാതിരുന്നതിനാൽ നാവിഗേറ്ററിന്റെ സഹായത്തോടെ എയർഫീൽഡിന് മുകളിലൂടെ പറന്ന് സുഖപ്രദമായ ലാൻഡിങ്ങിനെ ശ്രമിക്കും തോറും വിമാനം പറക്കുന്ന ഉയരത്തിൽ കാറ്റ് പ്രതീക്ഷിച്ചതിലും ശക്തമായിരുന്നു. കുറച്ചു സമയം താഴ്ന്ന ഉയരത്തിലും കുറഞ്ഞ വേഗതയിലും അണ്ടർ ക്യാരേജും ഫ്ലാപ്പുകളും നീട്ടി ലെവൽ ഫ്ലാറ്റ് ഫ്ലൈറ്റിനുള്ള ശ്രമത്തിനിടയിൽ ദൗർഭാഗ്യകരമായ മോശം കാലാവസ്ഥ മൂലം മുന്നോട്ടുള്ള ദൃശ്യതയിലുള്ള അവ്യക്തത കൂടിക്കൊണ്ടിരുന്നു. വിമാനം മറ്റൊരു എയർഫീൽഡിലേക്ക് തിരിച്ചുവിടുവാൻ സാധിക്കാത്ത വണ്ണം ദുർഘടമായിരുന്നു സാഹചര്യങ്ങൾ. 2 ആൾട്ടിമീറ്ററുകൾ പുനഃസജ്ജീകരിക്കുവാൻ സാധിക്കാതിരുന്നതിനാൽ റൺവേയിലേക്കുള്ള ലാൻഡിംഗ് തീർത്തും അസാധ്യമായി. ഉയരത്തിന്റെ വ്യാപ്തിയുടെ നിർണയവും ദിശാബോധത്തിന്റെ ക്രമീകരണവും നഷ്ടപ്പെട്ടതിനാൽ എല്ലാം പെട്ടെന്നായിരുന്നു. സീറ്റ് ബെൽറ്റ് മുറുക്കുവാൻ നിർദ്ദേശം കിട്ടിയതിനാൽ 15 മിനിറ്റിനകം വിമാനം ജോർഹട്ട് എയർപോർട്ടിൽ ഇറങ്ങുമെന്ന് പ്രതീക്ഷിച്ച യാത്രക്കാർ പെട്ടെന്ന് വിമാനമൊന്ന് കുലുങ്ങിയപ്പോൾ പരിഭ്രാന്തരായി. ലഗേജ് റാക്കിലിരുന്ന സാധനങ്ങളെല്ലാം താഴെ വീണു. വിമാനത്തിനുള്ളിലെ വിളക്കുകൾ അണഞ്ഞു. പരിക്കൻ മട്ടിൽ ഒരിക്കൽ കൂടി ശക്തമായി കുലുങ്ങിത്തെറിച്ചുകൊണ്ട് നിമിഷ നേരം കൊണ്ട് വിമാനം നിലംപൊത്തി ഇരുവശത്തേക്കും ചാഞ്ചാടിക്കൊണ്ടിരുന്നു. പുറത്തു കടക്കുവാൻ ഒച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് ആരോ പിൻവാതിൽ തുറന്നു. കോക്പിറ്റ് ക്രൂ ഒഴിച്ചുള്ള ഓരോരുത്തരും പുറത്തിറങ്ങിയത് ചെളിയിലേക്കായിരുന്നു. പ്രധാനമന്ത്രി മൊറാർജി ദേശായി ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. PK തുങ്കോൺ, PK രവീന്ദ്രൻ, സ്റ്റുവർട്ട് സ്വാമി എന്നിവർക്ക് ഗൗരവമല്ലാത്ത കാര്യമായ പരിക്കുകൾ പറ്റിയിരുന്നു. വിമാനത്തിന്റെ ഫ്യൂസലേജിന്റെ ഇടതുഭാഗത്തിരിക്കുന്നവർക്കാണ് കൂടുതലും പരിക്കുകൾ ഉണ്ടായത്. കോക്പിറ്റ് ക്രൂവിനെ അടിയുറച്ച് വിശ്വസിച്ച പ്രധാനമന്ത്രിയും സംഘവും രക്ഷപ്പെട്ടു. വളരെ അപ്രതീക്ഷിതമായി വിമാനം എയർ സ്ട്രിപ്പ് വളയുന്ന ഉയർന്ന മരത്തിലിടിച്ചു. നിയന്ത്രണം വിടുന്നതിന് മുമ്പേ അപകടം മണത്തറിഞ്ഞ ദിലീമിയും ടീമും എന്തിനും തയ്യാറായി. കാലാവസ്ഥ വ്യതിയാനം വഴിയുള്ള കനത്ത മേഘങ്ങളുടെ ആവരണം, നിയന്ത്രണാതീതമായ കാറ്റ്, ആൾട്ടിമീറ്ററുകളുടെയും സാങ്കേതികതയിലും ഉള്ള തകരാറുകൾ, കണക്കൂട്ടലുകളുടെ പിഴവ്, സാഹചര്യങ്ങളുടെ ഭീകരാന്തരീക്ഷം അവർ ചുഴലി പോലെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. വിമാനത്തിലുള്ള പ്രധാനമന്ത്രിയുടെയും മറ്റുള്ളവരുടെയും ജീവന്റെ സുരക്ഷ മാത്രമായിരുന്നു അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. ആ നിമിഷം ദിലീമ അടങ്ങുന്ന ടീം അംഗങ്ങൾ
അവരെക്കുറിച്ചോ അവരുടെ കുടുംബങ്ങളെക്കുറിച്ചോ ചിന്തിക്കുവാൻ സാധിച്ചില്ല. അവർക്കതിന് കഴിയുമായിരുന്നില്ല. 5 പേരുടെയും ലക്ഷ്യം ഒന്നായിരുന്നു, ദൗത്യവും ഒന്നായിരുന്നു, രാജ്യത്തോടുള്ള സേവനവും സുരക്ഷയും മാത്രം. വിമാനം നിയന്ത്രിതമായി ഇടിച്ചിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആഘാതം കോക്പിറ്റിനകത്ത് മാത്രം ഒതുക്കി നിർത്തണം. ഏതുവിധവും യാത്രക്കാരെ രക്ഷിക്കണം. അവരെ നയിച്ച ചിന്ത അതായിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാം വളരെ പെട്ടെന്ന് സംഭവിച്ചു. തെക്കൻ ലഗൂൺ നെൽവയലിലെ ചതുപ്പ് നിലത്ത് നോസ് ലാൻഡിങ്ങിലൂടെ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പിച്ചുകൊണ്ട് അവരുടെ വിലയേറിയ ജീവിതം രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചു. നവംബർ 5-ാം തീയതി ശനിയാഴ്ച കേരളത്തിലെ പത്രവാർത്തകളിൽ നിറഞ്ഞു നിന്നത് വീരചരമം പ്രാപിച്ച മലയാളിയായ ചെറുപ്പക്കാരൻ മാത്യു സിറിയക് എന്ന കേരള സ്ത്രീയെക്കുറിച്ചായിരുന്നു. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം നവംബർ 7-ന് തിരുവനന്തപുരം മുട്ടടയിലുള്ള വസതിയിൽ എത്തിച്ചു. പിന്നീട് സ്ക്വാഡ്രൺ ലീഡർമാരുടെ അകമ്പടിയോടെ പൂർണ്ണ സൈനിക ബഹുമതികളോടെ മുട്ടടയിലുള്ള ഹോളി ക്രോസ് ദേവാലയത്തിൽ സംസ്കരിച്ചു. താൻ വിശ്വസിക്കുന്ന ധർമ്മത്തിനു വേണ്ടി, ആദർശത്തിനു വേണ്ടി ജീവനർപ്പിച്ച ഈ ദേശസ്നേഹിയുടെ ബലികുടീരം അന്ത്യവിശ്രമം കൊള്ളുന്നത് തലസ്ഥാനത്ത് തന്നെയാണ്. കേരളത്തിന്റെ മണ്ണിൽ ജനിച്ച ഈ ധീരയോദ്ധാവിനായി, രാജ്യസേവനത്തിന്റെ സ്മരണയ്ക്കായി, പുതുതലമുറയ്ക്കുള്ള പ്രചോദനം എന്ന നിലയിൽ കേരള സർക്കാരിന്റെ ഒരു സ്മൃതിപദം ഇനിയെങ്കിലും ഇവിടെ ഒരുങ്ങേണ്ടതല്ലേ. കാലം മുന്നോട്ട് നീങ്ങുക തന്നെ ചെയ്തു. വിമാനാപകടങ്ങൾക്ക് ശേഷമുള്ള സംയോജിതമായ പ്രവർത്തനങ്ങളെയും സേവനങ്ങളെയും കണക്കിലെടുത്ത് അണ്ടർ ട്രെയിനി ഇൻ ഫ്ലൈറ്റ് എഞ്ചിനീയർ PK രവീന്ദ്രനും കോർപ്പറൽ KN ഉപോധ്യായയ്ക്കും ജനുവരി 26, 1979 രാജ്യം ശൗര്യചക്രം നൽകി ആദരിച്ചു. രാജ്യത്തിന്റെ ജനങ്ങളുടെ പ്രതിനിധിയായ പ്രധാനമന്ത്രിയുടെയും സംഘത്തിന്റെയും എയർഫോഴ്സ് ജീവനക്കാരായ സഹപ്രവർത്തകരുടെയും ജീവൻ രക്ഷിച്ച ധീരരായ 5 പോരാളികളുടെയും പേരുകൾ രാജ്യത്ത് അറിയപ്പെടാതെയും പാടി പുകഴ്ത്താതെയും ആസാമിലെ ബ്രഹ്മപുത്ര താഴ്വരയിൽ അണഞ്ഞുപോയി എന്നത് ഒരു സത്യമായി അവശേഷിക്കുന്നു. വ്യോമസേനയിലെ നായകന്മാരിലും മെഡൽ ജേതാക്കളിലും ഞങ്ങൾ തിരയുകയാണെങ്കിൽ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച ദിലീമയുടെയും ടീമിന്റെയും പേരുകൾ കണ്ടെത്താനാകില്ല. അവരുടെ സ്തുത്യർഹമായ പ്രവൃത്തികൾ അവഗണിക്കപ്പെട്ടു എന്ന് പറയാം. പറക്കും കുതിരകളെ പോലെ പെഗാസസ്. രാജ്യത്തിന് വേണ്ടി പറന്നു നടന്ന ഈ ധീരർ ജീവിച്ചിരുന്നെങ്കിൽ ലഭിക്കുമായിരുന്ന ആദരവും ബഹുമതിയും രാജ്യം സ്മരിച്ചിരുന്നെങ്കിൽ മരണാനന്തര ബഹുമതി ഇവർക്ക് തീർച്ചയായും ലഭിക്കുമായിരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ വെടിയുന്നത് പുണ്യപ്രവൃത്തിയായി, അവരുടെ ജീവൻ സംരക്ഷിക്കുന്ന സാഹസികതയായും കരുതുന്ന വിമാനാപകടം നടന്ന സ്ഥലമായ തെക്കൻ ലഗൂൺ ഗ്രാമവാസികൾക്ക് ഇവർ വീരപുരുഷന്മാരാണ്. ഇവരുടെ സ്മാരകം അവർക്കായി സർക്കാർ പണിതില്ലെങ്കിലും എല്ലാ വർഷവും നവംബർ 4-ന് ഗ്രാമവാസികൾ ഒത്തുചേരുകയും ഇവർക്കായി പ്രാർത്ഥിക്കുകയും പൂജകൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. ജോർഹട്ട് വിമാനാപകടം നടന്നിട്ട് 44 വർഷങ്ങൾ പൂർത്തിയാവുകയാണ്. സ്ക്വാഡ്രൺ ലീഡർ മാത്യു സിറിയക്കിന്റെയും പുളിങ്കുന്ന് പരുത്തിക്കൽ കാതറിൻ തോമസിന്റെയും ഏകമകൾ രൂപ മാത്യു സിറിയക്കിന്റെ 5-ാം ജന്മദിനം നവംബർ 7-ാം തീയതിയാണെങ്കിലും നിശ്ചയിച്ച പിറന്നാൾ ആഘോഷത്തിന്റെ തലേദിവസമാണ് TU-124 വിമാന ദുരിതം നടന്നത്. ഇന്ന് രൂപ ഇബ്രാഹിം കുടുംബിനിയും ഒപ്പം അധ്യാപികയുമാണ്. ഭർത്താവ് ഇബ്രാഹിം മാത്യു പ്ലാവേലിൽ റിട്ടയേർഡ് DSD കൊച്ചി വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയറായിരുന്നു. മക്കൾ മാത്യു P. എബ്രാഹിം, തെരേസ എബ്രാഹിം, മരിയ എബ്രാഹിം എന്നിവരാണ്. കേരളത്തിന് അഭിമാനമായ വ്യോമസേനയുടെ ധീരയോദ്ധാവിന്റെ മകളും കുടുംബവും താമസിക്കുന്നത് ഇപ്പോൾ എറണാകുളത്താണ്. ഭഗവത്ഗീതയിലെ 11-ാം അധ്യായത്തിലെ സന്ദേശമാണ് വ്യോമയാന ശക്തിയുടെ കാതൽ. നഭം സ്പർശം ദീപ്തം. ആകാശം മഹത്വത്തോടെ സ്പർശിക്കുക. വിംഗ് കമാൻഡർ ക്ലാരൻസ് ദിലീമ, വിംഗ് കമാൻഡർ ജോഗീന്ദർ സിംഗ്, സ്ക്വാഡ്രൺ ലീഡർ മാത്യു സിറിയക്, സ്ക്വാഡ്രൺ ലീഡർ VVS ശങ്കർ, ഫ്ലൈറ്റ് ലഫ്റ്റനന്റ്
OP അറോറ, രാജ്യത്തിന് വേണ്ടി മൃത്യുവിനെ വരിച്ച ധീരയോദ്ധാക്കളായ ഞങ്ങൾ 5 പേരും ജീവനില്ലാത്ത ഓർമ്മയായിട്ടല്ല ഞങ്ങളുടെ മനസ്സുകളിൽ, ജ്വലിക്കുന്ന വീര രക്തസാക്ഷികളായിട്ടാണ് ഞങ്ങളുടെ ഉള്ളിൽ എന്നും നിറഞ്ഞു നിൽക്കുന്നത്. ഞങ്ങൾ ഞങ്ങളെ ഉറ്റുനോക്കുമ്പോൾ രാജ്യത്തിന് ഞങ്ങളെ ഒരിക്കലും കൈവിടുവാൻ സാധിക്കുകയില്ല. അവർ ഞങ്ങളെ തീർച്ചയായും തിരിച്ചറിയുക തന്നെ ചെയ്യും. സ്ക്വാഡൻ ലീഡർ മാത്യു ശ്രീയൻ തൻ്റെ പിതൃ സഹോദരൻ ഫാദർ ജോസഫ് പടക്കേക്കരയോട് പറയുമായിരുന്നു. വിമാനത്തിൽ പറന്നുയരുമ്പോൾ സ്വർഗത്തോടും ദൈവത്തോടും സമീപസ്ഥമാവുകയാണ്. അവിടെ നിന്ന് സ്വർഗത്തിലെത്താൻ എളുപ്പമാണ്. ജോൺ കുര്യൻ, പടക്കേക്കര, JKV.